അത് ഫയർവുഡ് ടു ബേൺ സ്പ്ലിറ്റിംഗ് ലോക്സ് ഔട്ട്സൈഡ് ഹിസ് ഹൗസ്. ഈ വീട്ടിൻ്റെ പുറമെന്ന് ഫയർവുഡ് ടു ബേൺ എന്ന് പറഞ്ഞാൽ വിറക് കീറാൻ വേണ്ടിയിട്ട് നമ്മൾ വിറക് കീറുന്നു. ആൻഡ് ഏൺ എ ലിറ്റിൽ മണി, കുറച്ച് പൈസ കിട്ടും. ഇതാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ്. നമ്മളെ ആലിക്ക വിറക് ഇടുന്ന വീഡിയോ ആണ്. പുള്ളിക്കാരൻ കുറേ വർഷമായി ഈ ജോലിയിൽ ഏർപ്പെട്ടിട്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ആലിക്കോട് നമുക്ക് ചോദിക്കാം. ആലിക്ക ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഈ 38 വർഷം. ഇതെന്നാ മാവാ സംഭവം? ഹെവി ലെഞ്ചർ, ഹെവി ട്രങ്ക് എന്ന് പറഞ്ഞു. ഫയർവുഡ് ടു ബേൺ സ്പ്ലിറ്റിംഗ് ലോക്സ് ഔട്ട്സൈഡ് ഹിസ് ഹൗസ് ആൻഡ് ഏൺ എ ലിറ്റിൽ മണി. ഫയർവുഡ് ടു ബേൺ സ്പ്ലിറ്റിംഗ് ലോക്സ് ഔട്ട്സൈഡ് ഹിസ് ഹൗസ് ആൻഡ് ഏൺ എ ലിറ്റിൽ മണി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായില്ലേ? അതിനെ പറ്റിയിട്ടില്ല പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് മലയാളത്തിൽ തർജ്ജമ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കത്തിക്കാൻ വേണ്ടിയിട്ടില്ല വിറക്, അതിൻ്റെ വർക്ക് നടക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട്. ഈ ഫീൽഡിൽ ഇറങ്ങിയാലും അത്യാവശ്യം നല്ല പഠിച്ച ആളാണ് കേട്ടോ. വിറകിന് നല്ല ഉപകരണം വേണം, നല്ല ആയുധങ്ങൾ, എക്സ്പീരിയൻസ് വേണം, നല്ല ഉപകരണം വേണം, ടൂൾസ്, നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല നേക്ക് വേണം. ഇപ്പം നമ്മൾ കണ്ണു അടച്ച് കൊത്തിയാലും ആ പോയിന്റിലേ പോയി പോകും. അതാണ് അതിൻ്റെ ഇത്. അത് നല്ല എക്സ്പീരിയൻസ് വരണം. അപ്പോൾ അറിയാതെ ആൾ കൊത്തിയാൽ ആടെ ഒന്നും കിട്ടില്ല. ക്ലിയർ ആയിട്ട് എക്സ്പീരിയൻസ്. 35 വർഷമായല്ലേ ഈ ഫീൽഡിൽ? 38 വർഷത്തോളമായി. ഞാൻ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ കയറുന്നുണ്ട്. നമ്മളൊന്നും കയറിയാൽ കിട്ടൂല അല്ലേ സംഭവം? അത് കിട്ടില്ല. നല്ല ആയുധങ്ങൾ വേണം, നല്ല എക്സ്പീരിയൻസ് വേണം, നല്ല ടൂൾസ് വേണം. ടൂൾസ് നല്ല ഷാർപ്പായിരിക്കണം. ബ്ലെൻഡ് ആയിട്ടുള്ള ടൂൾസ് ഒന്നും പറ്റില്ല. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ, അതായത് ഇത് മൾട്ടിപ്പിൾ പ്രോഗ്രാമാണ്. വിവിധങ്ങളായ ടൂൾസുകൾ ഉപയോഗിക്കും. ഇത് ചെറിയ ഇതെടുത്തിട്ട് ആക്സ് എടുത്തിട്ട് ഇത് ഡിവൈഡ് ആയിട്ട് വളരെ ചെറുതാക്കും. ഷോർട്ട് കട്ടിങ്. നമ്മൾ വീട്ടാവശ്യത്തിന് എടുക്കുമ്പോൾ ഈ തോതിലെ കട്ടകൾ എടുക്കും. ഹോട്ടലുകൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ആവശ്യം ഇത് കുറച്ച് വലുപ്പം കൂട്ടി വരും. ചോറിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മളെ പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ ഒരു വെറൈറ്റി വീഡിയോ ചെയ്യുന്നത് ഒരു ഇതല്ലേ. എപ്പോഴും ഒരു ട്രാവൽ വീഡിയോ ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. വെറൈറ്റിയാണ് ജനങ്ങൾക്ക് ഇഷ്ടം അല്ലേ? നല്ല ടൂൾസ് ആയെങ്കിൽ വർക്ക് നല്ല ടൂൾസ് ഒരുപാട് ടൂൾസ് ഉണ്ട്. ടൂൾസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുക. പിന്നെ എക്സ്പീരിയൻസ്, പിന്നെ കുറച്ച് ബലവും പ്രയോഗിക്കണം. അല്ലാതെ വെറുതെ മുമ്പോട്ടുകൊണ്ട് കാര്യമില്ല. കോടാലി എടുത്ത് നടന്നതിനെ കൊണ്ടൊന്നും വെറുതെ കയറി വരില്ല. നല്ല എക്സ്പീരിയൻസ് വേണം. അത് കീറി വരുന്ന കട്ട തന്നെ നല്ല ഷോ ഉണ്ടാവും. നല്ല ഒതുക്കൂല കഷ്ണം അല്ലേ? ഇത് വീട്ടാവശ്യത്തിന് അല്ലേ? അപ്പോൾ വീട്ടാവശ്യത്തിന്. ഹോട്ടലിൽ കൊടുക്കുമ്പോൾ പറഞ്ഞാല് കുറച്ച് സൈസ് കൂടിയാ. പിന്നെ ഹോട്ടലിൽ ഈ തോതിലെ കട്ട മതി. പൊറോട്ടക്കെല്ലാം ഈ തോതിലുള്ള കട്ട മതിയാവും. കുറച്ച് വലിപ്പം കൂടിയിട്ട്. അത് പറഞ്ഞാൽ ചെറുതായിട്ട് തീ പിടിച്ച് പൊറോട്ടക്കെല്ലാം കത്തുമ്പോൾ ചെറുതായി കത്തി വരും. വീട്ടാവശ്യത്തിന് പിന്നെ ചെറിയ അടുപ്പല്ലായാലും പോകില്ലായിരുന്നു. ആള് ചോദിക്കും വെറും അടുപ്പിൽ പോകുന്നു, അടുപ്പിലേക്ക് ഇതിന് കാലും ടയറൊന്നും നടന്നു പോകാൻ. മനസ്സിലായോ? ആള് ചോദിക്കും ഇത് അടുപ്പിൽ പോകുന്നു, അടുപ്പിൽ പോകില്ല, ഇതിന് ടയറില്ലല്ലോ, കാലുമില്ല.
അപ്പോൾ ഇത് എടുത്തിട്ട് അടുപ്പിൽ നോക്കണം. തീർച്ചയായും അതൊരു വെറൈറ്റി ചോദ്യമാണ്. വട്ട കീറുമെന്നോ? വട്ട കീറുമെന്നാണ് ചോദിക്കും. വട്ട കീറൂല. കാരണം വട്ട എന്ന് പറഞ്ഞാൽ അലൂമിനിയം പാത്രമല്ലേ, അത് നമ്മൾ മുറി കൊണ്ട് കീറൂലല്ലോ. ഇല്ല ഇല്ല, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു വട്ട നമ്മൾ കീർത്തേക്കില്ല. വട്ടേൻ്റെ വിറക് കീറും. വട്ട അമ്പലത്തിലും പള്ളിയിലും വലിയ ചൂടുവെള്ളം വെക്കുന്ന വട്ടയിലും കീറാന്നില്ല. ഇല്ല ഇല്ല, വട്ട എന്ന് പറഞ്ഞാൽ സാധനം മനസ്സിലായി. ഈ കോടാലി എത്ര വെയിറ്റ് ഉണ്ടാവും? കോടാലി 6 കിലോ വരെയുള്ള കോടാലിയിൽ ഉപയോഗിക്കാം. അത് പിന്നെ ഹെവി ആയിട്ടുള്ള വിറക് വരുമ്പോൾ കുറേയും കൂടി വലിയ പവറുള്ളത് വേണം എടുത്ത് അറ്റാക്ക് ചെയ്യാൻ. ഇവിടെ ആക്സ് എന്നല്ലേ പറയുന്നത്. വേറെ വിറകുകളിനെ കൂടി ഇട്ടിരുന്നു അല്ലേ? ഇട്ടുണ്ടോ? വേറെ ഏതോ ഭാഗത്ത് മൂവിനെ പറ്റി എന്താ പറയണ്ടേ? എത്ര വെയിറ്റ് ഉണ്ടാവും മാവ്? മൂന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ 6 കിലോ, തുടക്കത്തിൽ 6 കിലോ ഉണ്ടായ സാധനമാണ്. ഇപ്പോൾ കുറഞ്ഞ് 25 കൊല്ലത്തോളം ഈ മൂവിൻ്റെ എടുക്കാം. ആ ഇതിപ്പോൾ കുറഞ്ഞ് തേച്ച് മിനുക്കി പിന്നെ അതിന് കാച്ചി മിനുക്കി എല്ലാം ആകുമ്പോഴത്തേന് ഒരുപാട് കുറഞ്ഞു. ഇതിൻ്റെ വലിയതുണ്ട്, ഹെവി ഉണ്ട്. അത് ചെറുത് കട്ടിങ്. ഇത് വിറക് നീളത്തിൽ വരുന്ന കട്ടിങ് ഉണ്ട്, സ്ലിറ്റിങ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കീറുന്നത് വലിയ മുഴുവിട്ട് ചെറുങ്ങനെ കീറേണ്ടത് ചെറിയ മുഴുവിട്ടിട്ട് എടുക്കണം. വിറക് അറിയാതെ ആൾ കീറിയാൽ അത് ചതഞ്ഞിട്ടിരിക്കും, കട്ടയെ വരില്ല. അത് നമ്മൾ ഇതാ പറഞ്ഞ ഇതിന് നല്ല എക്സ്പീരിയൻസ് വേണം. ഒന്ന് നല്ല ഉപകരണങ്ങൾ വേണം. 2 പിന്നെ അതുപോലെ നല്ല കീറാൻ നല്ല മനക്കരുത്തും ഇതും വേണം. നല്ല ബലം ഉപയോഗിക്കണം. അതിൻ്റെ ഒന്നും മാത്രമേ ഇത് വെറുതെ ഇട്ടാണ്ടൊന്നും വരില്ല. നേക്ക് ആ ഒരു കുട്ട കാണുമ്പോൾ തന്നെ അതിൻ്റെ മൊത്തം പിന്നെ ഇതിൻ്റെ മൊത്തം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നമുക്ക് തരും. ഒരു സാധനം കാണുമ്പോൾ തന്നെ ഇത് ഇന്ന രൂപത്തിൽ പോകുന്നില്ല. അത് നല്ല ഇതില്ലവർക്ക് അത് മനസ്സിലാവുമല്ലോ. വെറുതെ ഒന്നും കാര്യമില്ല. അത് കോടാലി എടുത്ത് നടന്നിട്ടോ വലിയ ചുറ്റി എടുത്ത് നടന്നിട്ടൊന്നും കാര്യമില്ല. എന്ന് പറഞ്ഞാൽ അതിന് ഒരു അറിവുണ്ട് എല്ലാ കാര്യത്തിനും. എവിടെ മൂവിട്ടാലും ക്ലിയർ ആയില്ലേ? ഞാനിപ്പോൾ എത്ര ഹൈറ്റ് ഒന്ന് കണ്ണും അടച്ചിട്ട് അത് ആ പോയിന്റ് ഒന്നും തെറ്റിയിട്ട് മൂവ് പോകില്ല. അതാണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അത് എല്ലാം അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് പുതിയ വെറൈറ്റി വീഡിയോ നമുക്ക് തരണം കേട്ടോ. ഓക്കെ. അലിക്കൻ്റെ ഓരോരോ ജോലിൻ്റെ ഭാഗം. ഞാൻ പല കലാകാരനല്ലേ പഴയ മിമിക്രി. അപ്പോൾ നമുക്ക് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ലേ? ഓക്കെ. ഈ വെറൈറ്റി വീഡിയോ എന്തായാലും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ആലിക്കാരൻ്റെ വീഡിയോന് ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ടൈം വേണം. ആലിക്കൊക്കെ ടൈം ഉണ്ട്, എനിക്ക് ടൈം ഉണ്ടാവില്ല അല്ലേ? ഓൾവേസ് ടൈം, ഓൾവേസ് റെഡി. റെഡി ടു വർക്ക്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.